മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. വോയിസ് കട്ടായോ? വോയിസ് ഇല്ല, കട്ടായി. ഇപ്പൊ കണ്ടോ? അതായത് ശീർഷോദയ രാശികൾ എന്ന് പറഞ്ഞാൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം, മിഥുനം. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, ഈ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ കൃഷി പ്രാധാന്യമേറിയ സംഭവമാണ്. അപ്പോ ഈ കൃഷി ചെയ്യുന്നത്, അതായത് എങ്ങനെ മുകളിൽ കായ് ഫലം തരുന്ന വൃക്ഷങ്ങൾ നടുന്നതെല്ലാം ഈ ശീർഷോദയ രാശിയിലായിരിക്കണം. അല്ലെങ്കിൽ ശീർഷോദയ രാശി ഉദിച്ചു നിൽക്കുമ്പോഴായിരിക്കണം നമ്മൾ പച്ചക്കറികളോ തെങ്ങോ കമുകോ പനയോ അല്ലെങ്കിൽ മുരിങ്ങയോ, അതായത് ചുരുക്കി പറഞ്ഞാൽ പച്ചക്കറികളെല്ലാം മുകളിൽ കായ്ഫലം തരുന്നതെല്ലാം ആ ശീർഷോദയ രാശിയിലാണ് നടേണ്ടത്. എന്നാൽ പൃഷ്ഠോദയ രാശി എന്ന് പറയുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നടേണ്ടത്, അതായത് ഭൂമിക്ക് അടിയിൽ വിളവ് കിട്ടുന്ന സാധനങ്ങളെല്ലാം നടേണ്ടത് പൃഷ്ഠോദയ രാശിയിലാണ്. അപ്പം ഇത് നമ്മുടെ കൃഷി പ്രാധാന്യമേറിയ ഞാറ്റുവേല അല്ലെങ്കിൽ സംക്രമണം അല്ലെങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ്. അടുത്ത് ജ്യോതിഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ് കാളസർപ്പയോഗം അല്ലെങ്കിൽ കാലസർപ്പയോഗം. ഇതിനെപ്പറ്റി നമ്മളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും ഈ ഒരു യോഗത്തെപ്പറ്റി പറയുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത്, അതായത് 10-50 വർഷങ്ങൾക്ക് കൊണ്ടാണ് ഈ കാളസർപ്പ യോഗം അല്ലെങ്കിൽ കാലസർപ്പ യോഗം എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ ഭീതിപ്പെടുത്തി ഈ ജ്യോതിഷന്മാർ തട്ടിപ്പ് നടത്തി പണമുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോ ഇവിടെ പല ജ്യോതിഷന്മാരും അവർക്ക് തന്നെ ട്രാവൽ ഏജൻസി ഉണ്ട്. അവർ തന്നെ ഈ ഇതിന് പരിഹാരം ചെയ്യുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, ആന്ധ്രയിലോ കർണാടകത്തിലാണെന്ന് അറിയില്ല, കാളഹസ്തി എന്ന് പറയും. അപ്പൊ അവിടെ ഇവർക്ക് ഏജന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിയുടെ നമ്പർ. ആന്ധ്രയിലും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ യോഗത്തിനുള്ള പരിഹാരമായി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ ആധികാരിക ഗ്രന്ഥം, പ്രത്യേകിച്ചും ഘോര പോലുള്ള ഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല. ഇത് പിൽക്കാലത്ത് ആരോ കൂട്ടിച്ചേർന്നതായിരിക്കാം, നമ്മളുടെ പൊരുത്ത വിഷയം പോലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഈ അമൃത കുംഭം കൊണ്ട് വച്ചത് ദർഭയുടെ പുറത്താണ്. പാലാഴി മദനത്തിന് ശേഷം അമൃത കുംഭം കൊണ്ട് ദർഭയുടെ പുറത്ത് വയ്ക്കുമ്പോൾ ഈ കുംഭത്തിൽ നിന്നും തൂവി ദർഭയുടെ പുറത്തേക്ക് കുറച്ച് അമൃത് വീഴും. അപ്പൊ ഇതിനെ കാവലായിട്ട് നിർത്തിയിരിക്കുന്നത് സൂര്യചന്ദ്രന്മാരെയാണ്. അപ്പോ ഈ ദേവന്മാരെ പോലെ തന്നെ അസുരന്മാരും ഈ ജാലവിദ്യകൾ അല്ലെങ്കിൽ അതേപോലുള്ള സംഗതികൾ കാണിക്കാൻ മിടുക്കന്മാരാണ്. അപ്പൊ സൈംഹികൻ എന്ന് പറയുന്ന ഒരു അസുരൻ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ഈ ദർഭയിൽ വീണ് കിടന്ന അമൃതിനെ ഭക്ഷിച്ചെന്നും, അപ്പൊ അതുവരെ സർപ്പത്തിന്റെ നാക്ക് ഒന്നായിരുന്നെന്നും ദർഭയിൽ നക്കിയത് കൊണ്ടാണ് ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ആ ദർഭയുടെ സൈഡിൽ നല്ല അരമാണ്. അപ്പൊ ആ അരമം പോലുള്ള സാധനത്തിൽ കൊണ്ടാണ് ഈ സർപ്പത്തിന്റെ നാവ് രണ്ടായി പിളർന്നതെന്നൊക്കെ കഥ പറയും. അപ്പൊ എന്തായാലും ഇത് കണ്ടുപിടിച്ചത് സൂര്യചന്ദ്രന്മാരാണ്. അപ്പൊ സൂര്യചന്ദ്രന്മാർ നേരെ വിഷ്ണു അറിയിക്കുകയും വിഷ്ണു തന്റെ കയ്യിലിരിക്കുന്ന ചക്രായുധം കൊണ്ട് ഈ സർപ്പത്തിന്റെ തല അറുത്തു. അപ്പോ ഈ അമൃതപാനം ചെയ്ത് കൊണ്ട് അമരത്വം കിട്ടി. തല എന്ന് പറയുന്നത് രാഹുവും ഉടലെന്ന് പറയുന്നത് കേതുവുമാണ്. ഇപ്പൊ സാധാരണ നമ്മള് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ സൂര്യഗ്രഹണം പറയുന്നത് എങ്ങനെയാണ്? രാഹുഗ്രസ്ത അല്ലെങ്കിൽ ചന്ദ്രഗ്രസ്ത സൂര്യഗ്രഹണമെന്നും
അല്ലെങ്കിൽ രാഹുഗ്രസ്ത അല്ലെങ്കിൽ ചന്ദ്രഗ്രസ്ത അല്ല സോറി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്നുമാണ് പറയുന്നത്. കാര്യം ഇവരാണല്ലോ രണ്ടുപേരുമാണ് ഇത് കണ്ടുപിടിച്ച ആളും. അതുകൊണ്ട് അന്ന് മുതലേ അവർക്ക് എന്ത് ചെയ്തു, ഈ സൂര്യചന്ദ്രന്മാരോട് ദേഷ്യവും അല്ലെങ്കിൽ വിരോധവും ഒക്കെ ഉണ്ടായി. പിന്നെ ഈ സൂര്യനെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളെ മൗഢ്യം ഉണ്ടാക്കാൻ പറ്റും സൂര്യൻ. എന്താണ് മൗഢ്യം? സൂര്യന്റെ അടുത്ത്, അതായത് ഏകദേശം സൂര്യൻ നിൽക്കുന്ന രാശിയുടെ എത്രാമത്തെ ഡിഗ്രിയിലാണോ സൂര്യൻ നിൽക്കുന്നത് അതിന്റെ ഏകദേശം 5-10 ഡിഗ്രിക്കകത്ത് മറ്റൊരു ഗ്രഹം വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവും. മൗഢ്യം എന്ന് പറഞ്ഞാൽ ഫലദാന ശേഷി കുറയും. ഇത്രയേ ഉള്ളൂ. ഒരു ഹാലജൻ ലൈറ്റിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ഭീമാകാരമായ സൂര്യനോട് അടുത്ത് ഏതെല്ലാം ഗ്രഹങ്ങൾ വരുമോ ആ ഗ്രഹങ്ങൾക്കെല്ലാം മൗഢ്യം ഉണ്ടാവും. അപ്പോൾ സൂര്യനെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കാൻ പറ്റും. പക്ഷേ രാഹുകേതുക്കൾക്ക് അവരെ സംബന്ധിച്ച് സൂര്യനെ മറയ്ക്കാൻ കഴിയും. അപ്പോ ഈ ആധുനിക ജ്യോതിഷന്മാർ പറയുന്നത് പറഞ്ഞാൽ ഈ രാഹുകേതുക്കളൊക്കെ 2 കാൽക്കുലേറ്റഡ് പോയിന്റുകളാണ്. അവർക്ക് ദൃഷ്ടിയോ അല്ലെങ്കിൽ അവരുടെ യോഗമോ ദൃഷ്ടിയോ ഒന്നും പരിഗണിക്കേണ്ട എന്ന് പറയുന്നു. അതേസമയം പ്രാചീന പാരമ്പര്യ ജ്യോതിഷന്മാർ പറയുന്നത് എന്താണ്? സൂര്യന് മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കാൻ കഴിയും. ആ മൗഢ്യം കൊടുക്കാൻ കഴിയുന്ന സൂര്യനെ മറയ്ക്കുന്നു എങ്കിൽ അവർക്കും രാശിചക്രത്തിൽ പ്രാധാന്യമുണ്ട്. അവരുടെയും സ്വാധീനത്തെ അല്ലെങ്കിൽ അവരുടെയും ആ ഒരു ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹിക്കുക എന്ന് പറയുന്ന, നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്ന് പറയുന്ന ആ ഗ്രഹത്തിന്റെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. പ്ലാനറ്റ് എന്ന മീനിങ്ങിനല്ലല്ലോ നമ്മളിവിടെ ഗ്രഹം എന്ന് പറയുന്നു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോ ഈ ഇത്രയേ ഉള്ളൂ. രാഹുവിന്റെ ഇപ്പൊ രണ്ട് തരത്തിലുള്ള കാലസർപ്പയോഗം. അതായത് രാഹുവിന്റെ തലയ്ക്കും വാലിനകത്ത് മറ്റ് ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അത് ഗുളികനോ ലഗ്നമോ വെളിയിൽ ചാടിക്കഴിഞ്ഞാൽ ഇത് പറയും വേണ്ട. എല്ലാ ഗ്രഹങ്ങളും രാഹുവിന്റെയും കേതുവിന്റെയും തലയ്ക്കും വാലിനും ഇടയ്ക്കായിരിക്കണം. എങ്കിൽ അത് ഒരു തരത്തിലുള്ള കാലസർപ്പയോഗവും. എന്നാൽ ഗ്രഹങ്ങളെല്ലാം ഈ രാഹുകേതുക്കളുടെ വാലിനും തലയ്ക്കും ഇടയ്ക്കാണെങ്കിൽ അതിന് അത്ര കാഠിന്യം ഇല്ല എന്നും പറയും. ഇപ്പോ രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലും കേതു നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലും. അപ്പൊ എല്ലാ ഗ്രഹങ്ങളും ഈ രാഹുവിന്റെ, അതായത് കുംഭം മുതൽ അല്ലെങ്കിൽ കുംഭം, മീനം, മേട, ഇടം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നീ രാശികൾക്കകത്ത് ലഗ്നവും ഗുളികനും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും വരികയാണെങ്കിൽ അത് ഒരു അല്പം കാഠിന്യമുള്ള കാലസർപ്പയോഗം എന്നും. രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, കേതു നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. അപ്പൊ മറ്റു ഗ്രഹങ്ങളെല്ലാം മകരം, ധനു, അതായത് അല്ലെങ്കിൽ കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം രാശികളിൽ വരികയാണെങ്കിൽ അതും മറ്റൊരു തരത്തിലുള്ള കാലസർപ്പയോഗമാണ്. ഇതിന് അത്ര കാഠിന്യം ഇല്ല എന്നും പറയും. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കാലസർപ്പയോഗം ഉള്ളവർക്ക് 32ാമത്തെ വയസ്സിന് ശേഷം അവരുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചകൾ ഉണ്ടാവുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് കാലസർപ്പയോഗം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കാലസർപ്പയോഗം ഉണ്ടെന്ന് പറയുന്നു. നേരത്തെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും കാലസർപ്പയോഗം ഉണ്ടെന്ന് പറയുന്നു. ഈ യോഗം ദോഷമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കാം. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല സാർ? ഞാൻ കണ്ടില്ല സാറേ.
പറ്റുന്നുണ്ട് സാറേ. നമ്മളെ സ്ക്രീനിൽ ഇപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചികം രാശിയിൽ ലഗ്നം ഗുരു കേതു, ഇടവം രാശിയിൽ സർപ്പൻ. അപ്പൊ ഈ ലഗ്നം എന്ന് പറയുന്നത് ഈ വൃശ്ചികൻ രാശിയുടെ അവസാന ഭാഗത്ത്, അതായത് 25 ഡിഗ്രിയിലായിരുന്നാൽ മറ്റ് ഗ്രഹങ്ങൾ ശുക്രനും ശിഖിയും 5-10 ഡിഗ്രിയിലാണെങ്കിൽ ഇത് ഒരു തരത്തിലുള്ള കാലസർപ്പ യോഗം, അതായത് പ്രബലമുള്ള കാലസർപ്പ യോഗം എന്ന് പറയും. കാര്യം കൃത്യമായിട്ടും രാഹുവിന്റെയും കേതുവിന്റെയും തലയ്ക്കും അല്ലെങ്കിൽ വാലിനും ഇടയ്ക്കാം. ഇനി മറുവശത്ത് വരുമ്പോൾ എപ്പോഴും രാഹുകേതുക്കളുടെ സഞ്ചാരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ, വക്രഗതിയിലാണല്ലോ. അടുത്ത് രാഹു വരുന്നത് ഇപ്പോ ഇടവൻ രാശിയിൽ നിൽക്കുന്ന രാഹു വരുന്നത് മേടത്തിലും, ഇവിടെ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന കേതു വരുന്നത് അടുത്ത് തുലാം രാശിയിലുമാണ്. അപ്പോ ഈ ഭാഗത്തെല്ലാം ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ, അതായത് കേൾക്കാൻ പറ്റുന്നില്ല സാറേ? ഒരു സെക്കൻഡ് ദാവരം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നത് സാറിന് കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് പറഞ്ഞു നോക്കണം. ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അല്ല ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ കേട്ടില്ല, എനിക്ക് കേട്ടാൻ കിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സാറ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മോഹൻ സാറ് പറഞ്ഞ കേൾക്കാൻ പറ്റുന്നു. ശരി. ഈ ഗ്രഹനില ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഈ ഗ്രഹനിലയിൽ, അതായത് കാളസർപ്പം യോഗം എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് രാഹുവിന്റെയും കേതുവിന്റെയും തലയ്ക്കും വാലിനും അകത്തു വരുന്നത്. അപ്പൊ രാഹുവാണ് തല. അപ്പൊ ഗ്രഹങ്ങളെല്ലാം ഈ രാഹു നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. അപ്പൊ മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം രാശികളിലായിരുന്നു എങ്കിൽ നമുക്ക് അത് പ്രബലമായ ഒരു കാളസർപ്പയോഗത്തെ പറയാം. അപ്പോ അതേസമയം കാഠിന്യം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ മേടം, മീനം, കുംഭം, മകരം, അതേപോലെ ധനു, ഈ രാശികളിലാണ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതെങ്കിൽ രാഹുവിന്റെയും കേതുവിന്റെയും തലയ്ക്കും വാലിനും അകത്തല്ല, പുറത്താണ്. ഇപ്പൊ രാഹു തലയാണെങ്കിൽ കേതു വാലാണല്ലോ. അപ്പൊ ഗ്രഹങ്ങളെല്ലാം ഈ തലയുടെയും വാലിന്റെയും അകത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ദോഷം കൂടുതലുണ്ടെന്നും, പുറത്തായാൽ രാഹുകേതുക്കളുടെ സഞ്ചാരം എപ്പോഴും ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പൊ ഈ ഗ്രഹങ്ങളെല്ലാം ഇടതുവശത്തായാൽ, അതായത് രാഹു നിൽക്കുന്ന ഇടവൻ രാശിയുടെ തൊട്ട് പിറകിലുള്ള മേടം, മീനം, കുംഭം, മകരം, ധനു രാശികളിലായാൽ അതിന് കാഠിന്യം കുറയുമെന്നും പറയുന്നു. അപ്പോൾ ഏതായാലും ശരി, അത് നിങ്ങൾ തീരുമാനിക്കുക, കാളസർപ്പ യോഗത്തിനെ നമ്മൾ പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. എന്തായാലും 32 വയസ്സ് വരെ അവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകാം. പിന്നെ ഇനി അടുത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്
ഇനി പറയണോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക, ജ്യോതിഷനെ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ക്ലയന്റ് തന്നെ പറയും, എനിക്ക് കാലസർപ്പ യോഗോടെ നിന്ന ജ്യോത്സ്യം പറഞ്ഞു, ശരിയാണോ എന്നൊക്കെ ചോദിച്ചു വരും. പക്ഷേ ഇതിന്റെ ലഗ്നമായാലും ശരി, ഗുളികനായാലും ഒന്നും ഇതിന് പുറത്തു വരാൻ പാടില്ല. എങ്കിൽ ആ ദോഷത്തിന്, ആ ഗ്രഹനിലയ്ക്ക് ആ ദോഷം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കണം. എല്ലാ ഗ്രഹങ്ങളും തലയ്ക്കും പാലിനും അകത്ത് വരണം. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതായത് ജ്യോതിഷന്മാരെ അല്ലെങ്കിൽ പ്രശ്നകർത്താക്കളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിഷയമാണ് ബാധകാധിപൻ എന്ന് പറയും. അപ്പൊ ബാധകാധിപൻ ആണ് ശത്രുവിനെ സഹായിക്കുന്ന കർമ്മി. അപ്പൊ നിങ്ങൾ ഒരു പ്രശ്നം വെച്ചു, ഒരാളിന് ഒരു പ്രശ്നം വെച്ചു, അയാളിന് ശത്രുദോഷമുണ്ട്. അപ്പൊ ഈ ബാധകാധി 6ാം ഭാവാധിപനാണ് ശത്രു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് പ്രശ്നത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗുണം ചെയ്യും. 6ാം ഭാവാധിപനാണ് ശത്രു. ആ ശത്രുവിനെ സഹായിക്കുന്ന ആളാണ് ബാധകാധിപൻ. അപ്പോ ഈ ചരസ്ഥിര ഉഭയരാശികൾ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ ചരരാശിയാണെങ്കിൽ 11ാം ഭാവാധിപൻ ബാധകാധിപനും, സ്ഥിരരാശിയായാൽ 9ാം ഭാവാധിപൻ ബാധകാധിപനും, ഉഭയരാശിയായാൽ 7ാം ഭാവാധിപനും ബാധകാധിപന്മാരായിരിക്കും. ഒന്നുകൂടി, ചരരാശിയാണെങ്കിൽ 11ാം ഭാവാധിപൻ, സ്ഥിരരാശിയാണെങ്കിൽ 9ാം ഭാവാധിപൻ, ഉഭയരാശിയാണെങ്കിൽ 7ാം ഭാവാധിപൻ. അപ്പോൾ ചരസ്ഥിര രാശികൾ നമുക്കറിയാം. മേടം, ചരം, ഇടവം, സ്ഥിരം, മിഥുനം, ഉഭയം. 4 ചരരാശികളും 4 സ്ഥിരരാശികളും 4 ഉഭയരാശികളും ഉണ്ട്. അപ്പൊ അതിൽ ചരരാശിയാണ് ആരൂഢമാവുകയാണെങ്കിൽ അതിന്റെ ബാധകാധിപൻ എന്ന് പറഞ്ഞാൽ മേടം ചരരാശിയാണ്. മേടം ചരരാശി. സാറ് സംശയം ചോദിക്കട്ടെ? ആ, ഇപ്പൊ സാറ് പറഞ്ഞ പ്രകാരം ഈ ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി ഉണ്ടല്ലോ സാറേ, അതിപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ ജാതകത്തില് അയാളുടെ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ അല്ല എടുക്കേണ്ടത്? ചരാണോ, സ്ഥിരാണോ, ഉഭയാണോ? അല്ല, ജാതകത്തിൽ പൊതുവെ നമ്മൾ ബാധകാധിപനെ ഉപയോഗിക്കാറില്ല. ജാതക വിശകലനത്തിൽ അല്ലെങ്കിൽ ജാതക രചനയിൽ പൊതുവെ നമ്മൾ ഈ ബാധകാധിപന്മാരെ ഉപയോഗിക്കാറില്ല. അതേസമയം പ്രശ്ന വിഷയത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ആവശ്യം. ക്ലിയറായോ? അപ്പൊ ഇതിൽ നമ്മളുടെ മേടം രാശി, മേടം ചരരാശിയാണല്ലോ, ഇടവം സ്ഥിരരാശിയാണല്ലോ, മിഥുനം ഉഭയരാശി. അപ്പൊ മേടരാശിയാണ് ആരൂഢം കിട്ടിയത്. അപ്പൊ നിങ്ങളുടെ അടുത്ത ഒരാൾ വന്നു, നിങ്ങൾ അയാളുടെ പേരും നാളും എല്ലാം ചോദിച്ചു, നിങ്ങളുടെ കവടി പ്രക്ഷാളനം ചെയ്ത് നിങ്ങൾ കവടി എടുത്ത് അതിനെ മാറ്റി. അപ്പം കവടി ഇങ്ങനെ കർക്കിടകം, വൃശ്ചികം, മീനം എന്ന് പറയുന്ന 3 അവസ്ഥകളിലേക്ക് ഇങ്ങനെ മാറ്റി. അതൊക്കെ നിങ്ങൾ പ്രശ്നത്തിൽ പഠിക്കും. അപ്പൊ ഏതോ രാശിയാണ് കിട്ടും. ഇപ്പൊ മേടൻ രാശിയാണ് കിട്ടിയെങ്കിൽ മേടൻ രാശിയുടെ 11ാമത്തെ രാശിയുടെ നാഥനാണ് ബാധകാധിപൻ. അപ്പൊ ആരായിരിക്കും? ശനി. ചരരാശി. കാര്യം ഈ മേടൻ രാശിയുടെ 12 എന്ന് പറഞ്ഞാൽ മീനം, 11 എന്ന് പറഞ്ഞാൽ കുംഭം. അപ്പൊ അതിന്റെ അധിപൻ ആരാണ്? ശനി. ശനിയാണ് ബാധകാധിപൻ. അടുത്ത് ഇടവൻ രാശിയാണ് ആരൂഢമായാൽ 9ാമത്തെ രാശിയുടെ അധിപനാണ് ബാധകാധിപൻ. അപ്പൊ ആരായിരിക്കും? വ്യാഴം. 9. അപ്പോഴും ശനി തന്നെ. ഇനി ഉഭയരാശിയാണെങ്കിൽ 7ാം ഭാവാധിപനാണ് ബാധകാധിപൻ. ആരായിരിക്കും? തുലാം. അതായത് മിഥുനം രാശിയാണെങ്കിൽ 7ാം ഭാവാധിപനാണ് ബാധകാധിപൻ. ധനു. അപ്പം ധനുവിന്റെ അധിപനായ വ്യാഴനാണ് ബാധകാധിപൻ. അപ്പോ ഈ ബാധകാധിപൻ 6ാം ഭാവാധിപനാണ് ശത്രു. ഈ ബാധകാധിപൻ എന്ന് പറയുന്നതാണ് 6ാം ഭാവാധിപനെ സഹായിക്കുന്ന കർമ്മി. അപ്പൊ അവരുടെ രൂപസാദൃശ്യങ്ങളൊക്കെ പറയാം. അതിന് ദ്രക്കാണ സ്വരൂപം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അത് ആ ഗ്രഹം എത്രാമത്തെ ദ്രക്കാണത്തിൽ നിൽക്കുന്നുവോ അതായിരിക്കും അയാളുടെ രൂപം.
ശത്രുവിന്റെയും കർമ്മിയുടെ രൂപവും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സാധാരണ ജ്യോതിഷന്മാരെക്കാളും എപ്പോഴും നമ്മൾ ഒരു പിടി മുന്നിലായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പോൾ സാധാരണ ഒരു സന്താന വിഷയം അല്ലെങ്കിൽ ഒരു വിവാഹ പ്രശ്നം, ഇപ്പോൾ സാധാ ജ്യോതിഷന്മാർ ചെയ്യുന്നത് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 7ാം ഭാവാധിപനായ ഗ്രഹം, അല്ലെങ്കിൽ 7ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം, അതേപോലെ ചന്ദ്രാൽ 7ാം ഭാവാധിപൻ, 7ൽ നിൽക്കുന്ന ഗ്രഹം, 7ലേക്ക് നോക്കുന്ന ഗ്രഹം, ഇവർക്ക് 6 പേർക്കും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഇന്ന ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ലഗ്നത്തിനെയും ചന്ദ്രനെയും ഒരുപോലെ ചിന്തിക്കണം എന്നാണ് പാരയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ലഗ്നാൽ 7ാം ഭാവവും വിവാഹ വിഷയമാണെങ്കിൽ ലഗ്നാൽ 7ാം ഭാവത്തിനെയും അല്ലെങ്കിൽ അവിടെ അതിന്റെ അധിപനെയും അവിടെ നിൽക്കുന്ന ഗ്രഹത്തിനെയും അവിടെ നോക്കുന്ന ഗ്രഹത്തിനെയും പരിഗണിക്കും. അതേപോലെ ചന്ദ്രാൽ 7ാം ഭാവത്തിനെയും അവിടെ 7ൽ നിൽക്കുന്ന ഗ്രഹത്തിനെയും അവിടെ 7ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെയും പരിഗണിച്ച് അവർക്ക് അർച്ചന ചെയ്യാൻ പറയും. എന്നാൽ അത് ആ ഒരു പരിഹാരം ഉത്തമമല്ല. അപ്പോൾ ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധം എന്ന് പറയുമ്പോൾ 3 വിധത്തിലാണ്. ഒന്ന് നോട്ട് ചെയ്യണം. ഗ്രഹങ്ങൾ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ പറയും ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണ്. ഒന്ന്, യോഗം ചെയ്യുക. 2 ഭാവാധിപന്മാർ തമ്മിൽ യോഗം ചെയ്യുക. അടുത്ത് 2 ഭാവാധിപന്മാർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുക. 1 യോഗം ചെയ്യുക, 2 പരസ്പരം ദൃഷ്ടി ചെയ്യുക, 3 ഭാവാധിപന്മാർ തമ്മിൽ പരസ്പരം രാശി മാറി നിൽക്കുക. അതിനെ പരിവർത്തനം എന്ന് പറയും. അപ്പൊ യോഗം ചെയ്യുക, പരസ്പരം ദൃഷ്ടി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറി നിൽക്കുക, അതിനെ പരിവർത്തനം ചെയ്യുക എന്ന് പറയും. മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയോ? പരിവർത്തനം. അല്ല, അതായത് 2 ഭാവാധിപന്മാർ തമ്മിൽ മറ്റൊന്നാണെങ്കിൽ ഒരു രാശിചക്രം വരയ്ക്കും. ഒരു രാശിചക്രം വരയ്ക്കണം. മിഥുനത്തിൽ ലഗ്നം അടയാളപ്പെടുത്തും. മിഥുനത്തിൽ ലഗ്നം, കർക്കിടകത്തിൽ ചൊവ്വ, മേടത്തിൽ ചന്ദ്രൻ, മിഥുനത്തിൽ ലഗ്നം, കർക്കിടകത്തിൽ ചൊവ്വ, മേടത്തിൽ ചന്ദ്രൻ. ഇപ്പൊ ഇവിടെ 11ാം ഭാവാധിപതി ആരാണ്? ലഗ്നത്തിന്റെ 11ാം ഭാവാധിപതി. ലഗ്നത്തിന്റെ 11ാം ഭാവാധിപതി ചൊവ്വ ആണല്ലോ. ആ ചൊവ്വ നിൽക്കുന്നത് 2-ല്. ലഗ്നത്തിന്റെ 2ാം ഭാവാധിപതി ആരാണ്? കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രൻ ആണല്ലോ. ആ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെ? ചൊവ്വയുടെ രാശി. അപ്പൊ 2ാം ഭാവാധിപനായ ചന്ദ്രൻ ചൊവ്വയുടെ രാശിയിലും 11ാം ഭാവാധിപനായ ചൊവ്വ ചന്ദ്രന്റെ രാശിയിലും. ഇതാണ് പരിവർത്തനം. അത് നീചമല്ലേ? അല്ല, ഇത് നല്ലൊരു പരിവർത്തനമാണോ? ഇത് നല്ലൊരു പരിവർത്തനമല്ല. കാര്യം 11ാം ഭാവാധിപൻ 2-ൽ നീചനാണ്. 2ാം ഭാവാധിപൻ 11-ൽ വരും ഉണ്ട്, അത് കൊള്ളാം. എങ്കിലും എങ്ങനെ അവിടെ ഇയാൾക്ക് ധനം ഉണ്ടാകും, പക്ഷെ മാസാവസാനം കടം വരും. കാര്യം എന്താണ്? ലാഭാധിപൻ 2-ൽ ധനസ്ഥാനത്ത് നീചൻ അല്ലേ? 2ാം ഭാവാധിപൻ 11 നിൽക്കുന്നത് കൊള്ളാം. അതുകൊണ്ട് ലാഭസ്ഥാനം ധനം ഉണ്ടാവും, പക്ഷെ
ചെലവ്, അതായത് ഇത്രയേ ഉള്ളൂ, വരവിനേക്കാൾ ചെലവ് കൂടിയിരിക്കും. അപ്പൊ ഇതാണ് നല്ലൊരു പരിവർത്തനം അല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇതാണ് പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരാൾ 2-ാം ഭാവാദിയും പണം നിൽക്കുന്നു, 11-ാം ഭാവാദിയും 2 നിൽക്കുന്നു. ക്ലിയർ? അപ്പൊ ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരിടത്ത് നിൽക്കുക, അതിനെ യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയും. ഒരു രാശിക്കുള്ളിൽ നിൽക്കുക, അതാണ് യോഗം ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ അവർ പരസ്പരം ദൃഷ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ പരസ്പരം രാശി മാറി നിൽക്കുക. ഇതല്ലാതെ ഈ ഗ്രഹങ്ങൾ തമ്മിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെടും. ഇപ്പൊ നമ്മൾ 7-ാം ഭാവാധിപന്റെ കാര്യം പറഞ്ഞു. അടുത്തൊരു രാശിചക്രം വരയ്ക്കണം. വരച്ചു. അപ്പോ വീണ്ടും മിഥുനൻ രാശിയിൽ ലഗ്നം, മേടം രാശിയിൽ വ്യാഴം, ധനുരാശി 7-ാം ഭാവം, അല്ല മിഥുന ലഗ്നം. അതിന്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും 7 എന്ന് പറയുന്നത് ധനു. അതിന്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് മേടം രാശിയിൽ 25-ാമത്തെ ഡിഗ്രിയിൽ. മേടം രാശിക്ക് 30 ഡിഗ്രി ഉണ്ട് ആണല്ലോ. ആദ്യത്തെ 13 ഡിഗ്രിയിൽ ആരാണ്? അശ്വതി. 13 ഡിഗ്രി 20 മിനിറ്റിൽ അശ്വതി. 26-40 വരെ ആര്? ഭരണി. അപ്പോ നമ്മള് ഈ ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് സമയത്ത് വിവാഹം നടക്കുന്നില്ല, എന്ത് ചെയ്യും? 7-ാം ഭാവാധിപനായ വ്യാഴനെ തൃപ്തിപ്പെടുത്തും, അല്ലേ? സാധാ ജ്യോതിഷം ചെയ്യുന്നത് 7-ാം ഭാവാധി, നേരത്തെ പറഞ്ഞതുപോലെ 7-ാം ഭാവാധിപനായ വ്യാഴം അല്ലെങ്കിൽ 7 നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ 7ലേക്ക് നോക്കുന്ന ഏതെങ്കിലും ഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രഹം. ഇതേപോലെ തന്നെ ചന്ദ്രനും എടുക്കും. പക്ഷേ അത് ചെയ്താൽ ആ പരിഹാരം കൃത്യമല്ല. ഇപ്പൊ നോക്കൂ, 7-ാം ഭാവാധിപനായ വ്യാഴന് ശരി പരിഹാരം നിശ്ചയിച്ചു. എന്ത് ചെയ്യും? നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് അർച്ചനയോ അല്ലെങ്കിൽ വിഷ്ണു പ്രീതിയോ നടത്താൻ പറയും, ആണല്ലോ. എന്നാൽ വ്യാഴം നിൽക്കുന്നത് എത്രാമത്തെ ഡിഗ്രിയിലെന്ന് പറഞ്ഞു? 25. അപ്പൊ അത് ഏത് നക്ഷത്രത്തിൽ? കാർത്തിക. 25, 26. ഭരണിയുടെ നക്ഷത്രാധിപനാര്? ഭരണിയുടെ നക്ഷത്രാധിപനാ സാറേ? ശുക്രൻ. അപ്പോ 7-ാം ഭാവാധിപനായ വ്യാഴന് പരിഹാരം നിശ്ചയിച്ചതോടൊപ്പം തന്നെ 7-ാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്ന നക്ഷത്രാധിപനും കൂടി പരിഹാരം നിശ്ചയിച്ചാലേ ഇവരുടെ വിവാഹം നമ്മൾ പറയുന്ന വീട്ടിൽ നടക്കും. മനസ്സിലായല്ലോ? അതേപോലെ സന്താന വിഷയത്തിലായാലും സർക്കാർ ജോലി കാര്യത്തിൽ അല്ലെങ്കിൽ കർമ്മ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും നമ്മൾ പരിഹാരം നിശ്ചയിക്കുമ്പോൾ, അതായത് മറ്റു ജ്യോതിഷന്മാരെക്കാളും നമ്മൾ എപ്പോഴും ഒരു പടി കൂടുതൽ നിൽക്കണം. ആ കാര്യം അവർക്ക് ഈ സംഗതി ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ സീക്രട്ടുകളൊന്നും നിങ്ങളാരും വേറെയാൾക്ക് വിട്ടുകൊടുക്കരുത്. ഇപ്പോ 25 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ? അത് സാർ എങ്ങനെയാ പറഞ്ഞത്? അതായത് നമ്മൾ അതിനെ ഇനിയിപ്പം ഗണിതത്തിലേക്ക് വരപ്പോ നമ്മൾ പഠിക്കും. ഡിഗ്രി മനസ്സിലായിട്ടല്ലേ നമ്മൾ ഇതിനെ തുല്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. പറയാൻ പറ്റും, അത് പറയണം. അത് നമ്മൾ ഗണിതം പഠിക്കുമ്പോൾ നമ്മൾ അതല്ല ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയറിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലഗ്നം ഇത്ര രാശിയിൽ ഇത്ര ഡിഗ്രി ഇത്ര കല എന്ന് പറയുമ്പോൾ അത് ഏത് നക്ഷത്രത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞായി. അതൊക്കെ നമുക്ക് ഇനി മുമ്പിലോട്ട് വരാം. മുമ്പിലേക്ക് വരപ്പോ ഇനി പഠിക്കാൻ ഒരുപാടുണ്ട്. ഫലം പറയുന്ന രീതിക്ക് നമുക്ക് സ്വരുക്കൂട്ടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണിത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശരി സർ. അപ്പൊ അതിനെ സ്ഫുടം എന്ന് പറയും. നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിയാൽ അറിയാം ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെല്ലാം ക്ലിയർ ചെയ്ത് തരും, പേടിക്കണ്ട.
അപ്പം ഗ്രഹങ്ങൾ തമ്മിലുള്ള നക്ഷത്രാലുള്ള ബന്ധം മനസ്സിലായി. ആർക്കെങ്കിലും അത് പിടികിട്ടാതെ ഉണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും ഫലം നിശ്ചയിക്കുമ്പോൾ ഈ വിധത്തിൽ വേണം ഫലം നിശ്ചയിച്ച് കൊടുക്കാൻ. ചിലപ്പോൾ മറ്റ് ജ്യോതിഷന്മാരുടെ ഒക്കെ അടുക്കൽ പോയിട്ടായിരിക്കും നിങ്ങളുടെ അടുക്ക വരുന്നത്. അപ്പൊ ഇനി 11ാമത്തെ ചാപ്റ്ററാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലും സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെയാണ്. ഇത് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ജാതക രചനയ്ക്കാണ്. അപ്പോൾ ആചാര്യൻ പറയുന്നത് വെച്ചാൽ ഒന്നുകിൽ ലഗ്നം അല്ലെങ്കിൽ ചന്ദ്രൻ, ഇത് രണ്ടുപേരെയും ഒരേപോലെ പരിഗണിക്കണമെന്നാണ് പാറയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ചന്ദ്രനോ അല്ലെങ്കിൽ ലഗ്നമോ മേടം രാശിയിൽ നിന്നാൽ ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത് വൃത്തക്ഷണോ ദുർബലജ്ഞാനു ഉഗ്രോ ഫീരുർജലസ്യ ലഘുഭുക് സുഗാമി സഞ്ചാരശീലെ ചവലെ അതിർനോക്തർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വൃത്തക്ഷണോ ചന്ദ്രനായാലും ലഗ്നം മേടത്തിൽ വന്നാലും അവന്റെ സ്വരൂപം എങ്ങനെയായിരിക്കും? വൃത്തക്ഷണോ, വൃത്തത്തിലുള്ള കണ്ണുകളോട് കൂടി വരുന്നു. അപ്പൊ ഒരാളിന്റെ പേഴ്സണാലിറ്റി രൂപം കൊള്ളുന്നത് ആ ആള് ജനിച്ച അല്ലെങ്കിൽ ലഗ്നം വന്ന രാശിയുടെ സ്വാധീനം, രാശിയുടെ നാഥന്റെ സ്വാധീനം, രാശിയുടെ സ്ഥലത്തിന്റെ സ്വാധീനം, ആ ലഗ്നം നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപന്റെ സ്വാധീനം, ബലവാനായ ഏതെങ്കിലും ഗ്രഹം അവിടെ നോക്കുന്നുവെങ്കിൽ ആ ബലവാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് നോക്കുന്ന ഗ്രഹത്തിന്റെ സ്വാധീനം, ഇത്രയും ആ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നു വൃത്തക്ഷണോ, ഉരുണ്ട കണ്ണുകളായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിലുള്ള കണ്ണുകളായിരിക്കും. അപ്പൊ എന്താണ് പറയാൻ കാര്യം? അവിടത്തെ സിമ്പൽ എന്താണ്? മേടൻ രാശിയുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ആടാണ്. ആടിന്റെ കണ്ണ് ഏകദേശം വൃത്തത്തിലാണ്. ദുർബലജ്ഞാനം, അതായത് കാൽമുട്ടുകൾക്ക് ബലമില്ല എന്ന് പറയും. അപ്പൊ ആടിന്റെ കാൽമുട്ടുകൾ തൊട്ടപ്പുറത്തെ രാശിയായ ഇടവൻ രാശിയുടെ സിമ്പലായ കാളയുടെ കാലവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ദുർബലമാണ്, ദുർബലജ്ഞാനം. എന്നാലോ ഉഗ്രോ, അതായത് മേടൻ രാശിയുടെ അധിപൻ ആരാണ്? ചൊവ്വ. വീണ്ടും പറയുന്നു ഫീരുർജലസ്യ, വെള്ളത്തിൽ പേടി. ആടിന് എങ്ങനെ തന്നെ വീട്ടിൽ ആടൊക്കെ ഉള്ളവർക്ക് അറിയാം, അതിനെ കുളിപ്പിക്കാനൊക്കെ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടി. പിന്നെ പറയുന്നു ലഘുഭുക് സുഗാമി, അല്പ ലഘുവായിട്ടുള്ള ആഹാരം ഭക്ഷിക്കുകയും സുഖവും കാമവും ഉള്ളവരും. അപ്പൊ ആടിന്റെ ഭക്ഷണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്പാൽപമായിട്ട് ആണ് ഭക്ഷിക്കുന്നത്. പിന്നെ സഞ്ചാരശീലം, ആടിന് അഴിച്ചുവിടുന്നതാണ് ഇഷ്ടം. പിന്നെ ചവല, അതായത് ആവശ്യമില്ലാതെ ഈ സാധനം വിളിച്ചുകൊണ്ടിരിക്കും. ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഒരു വ്യക്തിയുടെ അയാളുടെ പേഴ്സണാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ അതിന്റെ സിമ്പല്, ആ രാശിയുടെ സ്ഥാനം, അതേപോലെ ആ രാശിയുടെ നാഥൻ ആയ ഗ്രഹത്തിന്റെ സ്വാധീനം, പിന്നെ ആ ലഗ്നം നിൽക്കുന്ന നക്ഷത്രം. ഇപ്പൊ മേടം രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റിന് അകത്താണ് ലഗ്നമെങ്കിൽ ആരുടെ സ്വാധീനം വരും? അശ്വതി അല്ലേ 13-20 അപ്പൊ വരുന്നത് കേതുവിന്റെ ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 26-40 അകത്താണ് നിൽക്കുന്ന ലഗ്നം നിൽക്കുന്നെങ്കിൽ ശുക്രന്റെ സ്വാധീനം ഉണ്ടാവും. അടുത്ത് 30 ഡിഗ്രിക്ക് അകത്താണെങ്കിൽ ലഗ്നം വരികയാണെങ്കിൽ ആരുടെ സ്വാധീനം ഉണ്ടാവും? രവിയുടെ സ്വാധീനം ഉണ്ടാവും അല്ലേ? കേതു ശുക്രൻ ആദിത്യനല്ലേ, കാർത്തിക ഉത്രാടം, ഇത് ആദിത്യനാണ്. അപ്പൊ നോക്കൂ, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പല വിധത്തിലുള്ള സ്വഭാവങ്ങളും പല വിധത്തിലുള്ള സംഗതികളും വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? കാർത്തിക എന്ന് പറയുമ്പോ അത് രവിയല്ലേ. അപ്പൊ ഒരേ നക്ഷത്രക്കാരനാണ്, അവരുടെ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങളുണ്ടായി. ലഗ്നം ഒരു രാശി തന്നെ,
ആ രാശിയിൽ ലഗ്നം 30 ഡിഗ്രിക്കകത്ത് എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ വരുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയും എന്താണ്, ഞാനും അവളും ഒരേ നക്ഷത്രക്കാരിയാണ്, ഒരു ദിവസമാണ് ജനിച്ചത്, അവളുടെ വിവാഹം കഴിഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞില്ല. അപ്പൊ അവളുടെ വിവാഹം കഴിഞ്ഞതിനൊരു കാരണം കാണും, എന്റെ വിവാഹം നടക്കാത്തതിന് എന്തോ ഒരു കാരണം കാണും അല്ലേ. അപ്പൊ ഒരു നക്ഷത്രത്തിലായത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ജനിച്ചത് കൊണ്ടോ ഒരു ലഗ്നമായത് കൊണ്ടോ പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം മേടൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അല്ലെങ്കിൽ മേടൻ രാശിയിലാണ് ലഗ്നം വരുന്നതെങ്കിൽ ഹോരയിൽ നല്ല പദ്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ ഹോര പഠിക്കാം, അല്ലെങ്കിൽ ഫലദീപിക പഠിക്കാം, ഏത് ഗ്രന്ഥം വേണമെങ്കിലും പഠിക്കാം. ഫലപ്രവചനത്തിന്റെ അതെല്ലാം ഏറ്റവും അനുയോജ്യമായ ഗ്രന്ഥങ്ങളാണ്. സാധാരണ പൊതുവിൽ ഉപയോഗിച്ചു വരുന്നത് ഈ ഹോരാശാസ്ത്രമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, മേടൻ രാശിയിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ലഗ്നം നിൽക്കുമ്പോൾ ജനിച്ച ആളിന് വൃത്താകൃതിയിലും അല്പം ചുവന്നതുമായ കണ്ണുകൾ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നു, ചൂടുള്ള ഭക്ഷണ സാധനങ്ങളിലും ഇലക്കറികളിലും താല്പര്യം. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ ചൂടും ഇലക്കറിയും എങ്ങനെ വന്നു? അത് ഇലക്കറി വന്നു, ചൂടെങ്ങനെ വന്നു? ആഗ്നേയഗ്രഹമായ ചൊവ്വയുടെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ്. അത് മാത്രമല്ല മറ്റൊരു ആഗ്നേയഗ്രഹമായ സൂര്യന്റെ ഉച്ചരാശിയും കൂടിയാണല്ലോ, ഉച്ചരാശിയാണല്ലോ. അപ്പൊ രണ്ടും ആഗ്നേയഗ്രഹങ്ങളാണ്. അപ്പൊ ചൂടുള്ള ഭക്ഷണങ്ങളിലും ഇലക്കറിയിലും താല്പര്യം കാണിക്കും. അധികം ഭക്ഷിക്കുകയില്ല, അല്പാൽപമായിട്ടേ ഭക്ഷിക്കും, ആടിനെ പോലെ. പിന്നെ പെട്ടെന്ന് ഭക്ഷിക്കും, എളുപ്പത്തിൽ സന്തോഷിക്കും, സഞ്ചാരശീലം ഉണ്ടാകും, കാമവികാരം കൂടിയിരിക്കും, കാൽമുട്ടിനും ബലം കുറയും, സാമ്പത്തിക സ്ഥിതി അസ്ഥിരമായി. അതൊന്നും ഉണ്ടായിരിക്കും. മേടൻ രാശിക്കാരെ പറഞ്ഞ അസ്ഥിരധനോ. ധനത്തിന്റെ കാരകത്വം ആർക്കാണ്? ധനകാരകൻ വ്യാഴം. ഈ മേടത്തിന്റെ 12ാമത്തെ രാശിയാണല്ലോ മീനം അല്ലേ. അപ്പോ 12 എന്ന് പറഞ്ഞാൽ നഷ്ടമാണല്ലോ. 12 എന്ന് വെച്ചാൽ വ്യയസ്ഥാനം, ചിലവാണല്ലോ. അപ്പൊ ഇയാൾക്ക് എന്തായിരിക്കും? ചിലവ്, നഷ്ടം, ചിലവോ നഷ്ടമോ അല്ലെങ്കിൽ എങ്ങനെയാവാം. അതെന്തായി? അപ്പൊ അയാൾക്ക് സാമ്പത്തിക സ്ഥിതി അസ്ഥിരമായ ധനം. പിന്നെ ശൂരനും സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. ശൂരൻ എന്ന് പറയാൻ കാര്യം എന്താണ്? ഒരു സെക്കൻഡ്. ശൂരനും സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനും. അപ്പോ ശൂരൻ എന്ന് പറയുമ്പോൾ അറിയാം, സൈനികനാണ് ചൊവ്വ, മേടൻ രാശി. പിന്നെ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവൻ, അതായത് പ്രൊപ്പോർഷണൽ ബോഡി. അപ്പം ഒരു ലഗ്നത്തിൽ ബലവാനായ ചൊവ്വയുടെ സ്ഥിതി ഉണ്ടെങ്കിൽ അയാൾക്ക് 50 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു 40 വയസ്സേ തോന്നിക്കും. നമ്മളെ ചുറ്റുപാടും ചില സ്ത്രീകളെയും അല്ലെങ്കിൽ ചില പുരുഷന്മാരെയും കാണാം, അവർ കണ്ടാൽ പ്രായം മതിക്കത്തില്ല. എന്നാൽ ശനിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നതിൽ അവർ ഉള്ള പ്രായത്തിനേക്കാളും കൂടുതൽ തോന്നി. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക,
വൃദ്ധൻ ആയിട്ട് തോന്നുന്നു എങ്കിൽ അയാളുടെ ലഗ്നത്തിൽ ശനിയും. 50 വയസ്സായ ഒരാളിന് അയാൾക്കൊരു 40-45 വയസ്സ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലഗ്നത്തിൽ ബലവാനായിട്ട് ചൊവ്വ ഉണ്ടായിരിക്കും. പിന്നെ അന്യരെ പ്രീതിപ്പെടുത്താൻ അസാധാരണമായ കഴിവ് കാണിക്കും. കുഴിനക എന്ന രോഗം ഉണ്ടാവും. തലയിൽ വ്രണമോ അല്ലെങ്കിൽ കാര്യം സൈനികനായതുകൊണ്ട് എപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാവാം. വ്രണം വന്ന് ഉണങ്ങിയ അടയാളം ഉണ്ടാകാം. പിന്നെ ഗർഭിഷ്ഠനായിരിക്കും. സഹോദരങ്ങളിൽ മൂത്തവനോ അല്ലെങ്കിൽ ഒന്നുകിൽ സഹോദരങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അയാള് വീട്ടിലെ കാര്യങ്ങൾ അയാള് 2-3 സഹോദരങ്ങളുടെ താഴെയാണെങ്കിൽ പോലും ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അയാളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകിൽ വീട്ടിലെ സഹോദരങ്ങളിൽ മൂത്ത ആള്, അല്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വീട്ടിലെ നിയന്ത്രണങ്ങൾ നടത്തുന്ന ആള് ഈ വ്യക്തിയായിരിക്കും. പിന്നെ ചപല സ്വഭാവക്കാരനായിരിക്കും. വെള്ളത്തെ ഭയം, ജലാശയങ്ങൾ, നദികൾ തുടങ്ങിയ ഇറങ്ങാൻ മടിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പ്രത്യക്ഷണോ ആ ഒരു പദ്യം നിങ്ങളങ്ങ് ഈ ഭരദീപിക എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് അതിന്റെ 9ാമത്തെ ചാപ്റ്ററിലാണ് ഈ പറയുന്നത്. അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ 4-5 വരികളേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് അത് കാര്യം ശ്ലോകം പഠിക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ആവശ്യമുള്ളവർക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഹോരാശാസ്ത്രം പഠിക്കുക. അല്ല, ശ്ലോകങ്ങളൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് നിങ്ങൾ അടുത്ത് ഇതിൽ പഠിക്കും. പ്രശ്നത്തിലേക്ക് വരുമ്പോൾ മോഹൻ സാറ് ആ ശ്ലോകങ്ങളിൽ നിന്നും എവിടെ നിന്നാണ് നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഊരിയെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരും ശ്ലോകങ്ങളിൽ നിന്ന്. വെറുതെ ശ്ലോകം കാണാതെ പഠിച്ചിട്ട കാര്യമില്ല. നമ്മൾ ഒരു ആള് വരുമ്പോൾ ആ ശ്ലോകത്തിൽ നിന്നും നമ്മൾ ആ ആളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എങ്ങനെ ഊരിയെടുക്കണം എന്നുള്ള അത് ഒരു ശാസ്ത്രീയ പഠനമാണ്. അതറിഞ്ഞാലേ നമുക്ക് ഒരാൾ വരുമ്പോൾ ഒരാളിന്റെ കാര്യം പോലെ ആയിരിക്കില്ലല്ലോ മറ്റൊരാളുടെ കാര്യം. അതൊക്കെ പറയാനുള്ള കഴിവ് വരണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠനത്തിലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് മേടൻ രാശി ജനിക്കുന്നവൻ ഇത്രയേ ഉള്ളൂ. അതിന്റെ രാശിയുടെ സ്വരൂപത്തെ വിചാരിക്കുക, സ്വരൂപത്തെ പറ്റിയും രാശിയുടെ നാഥന്റെ സ്വാധീനവും രാശിയുടെ സിംബലിന്റെ സ്വാധീനവും, പിന്നെ നേരത്തെ ഇപ്പം അസ്ഥിരധനോ അപ്പം പറയാൻ കാര്യം വെച്ചാൽ മേടൻ രാശിയുടെ 12ാമത്തെ രാശിയാണ് മേടന്റെ രാശി. അപ്പം 12 എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനമാണ്. എന്നാൽ മേടൻ രാശിയുടെ 2ാമത്തെ രാശിയാണ് ഇടവൻ രാശി. അതിന്റെ അധിപൻ ശുക്രനാണ്. അപ്പം പറഞ്ഞു ശുക്രൻ എന്ന് പറഞ്ഞാൽ കളത്രം, ശയനം, കാമം, ഭോഗം, സുഖം ഈ വക കാര്യങ്ങൾ കൊടുക്കുന്നവരാണ്. അപ്പൊ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനും ആ അപ്പുറവും ഇപ്പുറമുള്ള 2 രാശികളെയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൃത്താകൃതിയിലും അല്ലെങ്കിൽ അല്പം ചുവപ്പ് നിറമുള്ള കണ്ണുകളോടുണ്ടായിരിക്കുക, ചുവന്ന ഭക്ഷണങ്ങളിലും ഇലക്കറികളിലും താല്പര്യം ഉണ്ടായിരിക്കുക, അധികം ഭക്ഷിക്കുകയില്ല, പെട്ടെന്ന് ഭക്ഷിക്കും, എളുപ്പത്തിൽ സന്തോഷിക്കും, സഞ്ചാരശീലനാകും, കാമവികാരം കൂടും, മുട്ടിനും ഉറപ്പ് കുറയും, ദുർബല ജാനു. അപ്പം ജാനു എന്ന് പറയുമ്പോൾ കാൽമുട്ട്. അപ്പം മനസ്സിലായില്ല. അപ്പം തൊട്ടപ്പുറത്തെ രാശിയിൽ നിൽക്കുന്ന രാശിയുടെ സിമ്പിൾ കാളയാണ്. അപ്പൊ കാളയുടെ കാലും ഈ ആടിന്റെ കാലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പിന്നെ കുഴിനകം എന്ന രോഗം ബാധിക്കും. തലയിൽ വ്രണമോ വ്രണത്തിന് അടയാളമോ ഉണ്ടായിരിക്കും. ഗർഭിഷ്ഠനായിരിക്കും. സഹോദരങ്ങളിൽ മൂത്തവനോ അവരുടെ നേതാവോ ആയിരിക്കും. ചപല സ്വഭാവക്കാരനായിരിക്കും. വെള്ളത്തെ ഭയപ്പെടും. ജലാശയങ്ങൾ, നദികൾ തുടങ്ങി ഇറങ്ങാൻ പഠിക്കും. അടുത്ത് വരുന്നത് ഇടവൻ രാശിയിലാണ്. അപ്പോ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. അപ്പൊ ഇടവൻ രാശിയിൽ ചന്ദ്രൻ വരുമ്പോ എന്താണ് പ്രത്യേകത? ഇടവൻ ഉച്ചക്ഷേത്രവും മൂലക്ഷേത്രവും. അപ്പൊ ചന്ദ്രന് അവിടെ നല്ല ബലമാണ്. അപ്പൊ എങ്ങനെയാണ്? സുന്ദരനും ആകർഷകമായ നടത്തത്തോടു കൂടിയവനും തടിച്ച തുടയും മുഖവും ഉള്ളവനും, പുറത്തും വാരിപ്പുറങ്ങളിലും എന്തെങ്കിലും, അതായത് മറുകൊണ്ടാകാം, അതായത് മുതുകിലോ അല്ലെങ്കിൽ പൃഷ്ഠഭാഗത്തോ ഒക്കെ ചില കുട്ടികളെ കണ്ടിട്ടുള്ളൂ, എന്തെങ്കിലും ജന്മനാ തന്നെ ഒരു മറുകൊണ്ടായിരിക്കും. പിന്നെ ത്യാഗശീലനും ദുഃഖങ്ങൾ സഹിക്കുന്നവനും മനഃശക്തി ഉള്ളവനും ആജ്ഞകൾ നൽകാനും അത് നടപ്പാക്കാനും കഴിവുള്ളവനും, കഴുത്തിന് താഴെ പുറകുഭാഗം അല്പം വീർത്തിരിക്കും. അതെന്ന് പറയാൻ അങ്ങനെയാണ്. നിങ്ങൾ ഈ പണ്ട് കാളവണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന കാളയുടെ
അല്ലെങ്കിൽ ഒട്ടകത്തിന്റെയൊക്കെ ഈ മുകൾ ഭാഗം കണ്ടിട്ടുണ്ടോ? അതിന് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയും പൂഞ്ഞ എന്ന് പറയും, അല്ലേ? അപ്പൊ ഒരാളിന്റെ കഴുത്ത് അല്പം കൂനി അവിടെ ഒരു മുഴ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആള് ഏത് രാശിയിൽ ജനിച്ച ആളെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ ഇടവൻ രാശിക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാകാം. പ്രത്യേകിച്ചും ഇപ്പൊ ഈ നമ്മള് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരാളിനെ കാണുമ്പോൾ അയാളുടെ പ്രത്യേകതയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഇതിൽ നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റും. സ്ത്രീ സന്താനങ്ങൾ കൂടുതലും തടിച്ച ശരീരപ്രകൃത കാരണം ആദ്യകാലത്ത് ബന്ധുക്കളോടും പുത്രന്മാരോടും മറുപട്ടവനും അല്ലെങ്കിൽ ജീവിതത്തിൽ പലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവനും ക്ഷമാശീലമുള്ളവനും നല്ല വിശപ്പും ആഹാരങ്ങളോട് ആർത്തിയും ഉള്ളവനും സ്ത്രീകളോട് കൂടുതലായി താല്പര്യം കാണിക്കുന്നവനും ഉറച്ച സുഹൃത്തുക്കളുള്ളവനും ജീവിതത്തിന്റെ മധ്യാന്തര, അതായത് യൗവനത്തിന് ശേഷം മധ്യാന്ത സൗഖ്യം ഉള്ളവനും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവരുടെ മുഖവും കഴുത്തും തുടകളും എല്ലാം തടിച്ച ശരീരപ്രകൃതിക്കാരായിരിക്കും. അപ്പൊ എങ്ങനെയാണ് അവിടെ വരാതെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ അതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കാളയാണ്. അപ്പൊ കാളയുടെ മുഖം നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ അറിയാം, നീണ്ടതും പരന്നതുമായ മുഖം, അല്ലേ? തടിച്ച കഴുത്ത്, അരക്കെട്ടും തുടകളും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫിഗറിലുള്ള ഒരാളിനെ കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ എടുത്തു പറയുന്നു, ഇവിടെ ഒട്ടകത്തിനെ പോലെ അല്ലെങ്കിൽ കാളയെ പോലെ ഈ പിൻകഴുത്തിന്റെ ഭാഗം ഉന്തി നിൽക്കുന്നു. ഇത് ഇത്രയൊക്കെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, അയാള് ഇടവലഗ്നക്കാരനാണ്. സാറേ ഇടവ ലഗ്നം അല്ലെങ്കിൽ ഇടവ രാശി രണ്ടിൽ ഏതെങ്കിലും വരാലോ? കൂടുതലും ലഗ്നമാണ്. അപ്പൊ സാറ് തമിഴ് ബന്ധം ഉള്ളത് കൊണ്ടാണ് അവിടെ രാശിക്കും പ്രാധാന്യമുണ്ട്, അല്ലേ? തമിഴ് രാശിയാണ് പെട്ടെന്ന് ചോദിക്കും, ലഗ്നമല്ല. അതെ. പിന്നെ ഈ പറഞ്ഞു സ്ത്രീ സന്താനങ്ങൾ കൂടിയിരിക്കും. മേടൻ രാശിയെ പറയുന്നത് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കുറിച്ചോളണം, അല്പപുത്ര രാശി എന്നാണ്. എന്നാൽ സന്താനം ഇല്ലായ്മയല്ല പറയുന്നത്. പുത്രന്മാരെ ഉണ്ടാകാത്ത രാശി. അപ്പൊ ഏറ്റവും ഉത്തമ സ്ത്രീയായ ഗ്രഹം ഏതാണ്? ഗ്രഹങ്ങളുടെ ലിംഗഭേദം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഉത്തമ പുരുഷൻ വ്യാഴനും ഉത്തമ സ്ത്രീ ശുക്രനുമാണ്. അപ്പോ ഈ സ്ത്രീ ഗ്രഹങ്ങളുടെ രാശികളെ എല്ലാം പറയുന്നത് അല്പ സന്താനത്തിലെ അല്ല, അല്പപുത്ര രാശി എന്നും പറയും. പിന്നെ ത്യാഗത്തെ സഹിക്കാനുള്ള മനഃശക്തിയും കഴിവും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കാളവണ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാളവണ്ടിയിൽ ഈ കാളയെ കെട്ടിക്ക് പോകുമ്പോൾ എത്ര ഭാരം കയറ്റിയാലും അതെന്ത് ചെയ്യും, അത് പരാതിയില്ലാതെ അല്ലെങ്കിൽ പരിഭവമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കും. ഇടവലഗ്നക്കാരനും അങ്ങനെ തന്നെ. ഒരാള് സങ്കടം പറഞ്ഞാൽ അയാളെ കൂടെ കരയും. കാര്യം ഈ ഇടവ തുലാം രാശികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വികാരങ്ങൾക്ക് അടിമപ്പെടുമെന്ന്. വികാരങ്ങൾ വെച്ചാൽ കരച്ചിൽ സങ്കടം വന്ന ഓവറായിട്ട് സങ്കടം വരും, സന്തോഷം വന്ന ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അപ്പം വികാരങ്ങൾക്ക് അല്ലെങ്കിൽ അതേപോലുള്ള വൈകാരികത വരുമ്പോ പെട്ടെന്ന് അതിന് ഇതായിപ്പോയി. പിന്നെ പറയുന്നു ജീവിതത്തിന്റെ പല സൗഖ്യങ്ങളും ഉണ്ടാവും, അത് ക്ഷമാശീലം ഉണ്ടാവും, നല്ല വിശപ്പും ഉണ്ടാവും. കാര്യം മേടൻ രാശിയുടെ ആടിന്റെ ഭക്ഷണം പോലെ അല്ലല്ലോ ഈ ഇടവൻ രാശിയുടെ കാളയുടെ ഭക്ഷണം. പിന്നെ സ്ത്രീകളോട് കൂടുതലായി താല്പര്യം കാണിക്കും. അതിന് കാര്യം എന്താണ്? ശുക്രനാണ്. ശുക്രനെ നമ്മൾ പറയുന്നത് എന്താണ്? എന്ത് കാരകനാണ്? കാമകാരകൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രമല്ല. അക്കാലത്ത് എഴുതപ്പെട്ട കാലഘട്ടത്തിൽ പുരുഷ മേധാവിത്യം ഉള്ളത് കൊണ്ടാണ് ഉള്ളവനും എന്ന് പറയുന്നത്. അത് സ്ത്രീക്കും പ്രാധാന്യമാണ്. അപ്പൊ ഹോരാശാസ്ത്രത്തിലെ ഈ സ്ത്രീ ജാതക പ്രകടനം മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത്. ബാക്കിയെല്ലാം പറയുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷനും ബാധകമാണ്. അപ്പോ കൂടുതൽ സ്ത്രീ ജനങ്ങളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് കൂടുതലായി താല്പര്യം കാണിക്കുന്നവരും ഉറച്ച സൗഹൃദമുള്ളവരും ജീവിതത്തിന്റെ മധ്യത്തിലും അന്ത്യത്തിലും സുഖം അനുഭവിക്കുന്നവരുമായിരിക്കും.
അപ്പോൾ അടുത്ത് വരുന്നത് മിഥുനൻ രാശിയാണ്. സ്ത്രീകളോട് അമിതമായ താല്പര്യം കാണിക്കുന്നവനും കണ്ണുകൾക്ക് നല്ല കറുപ്പ് നിറമുള്ളവനും ശാസ്ത്ര വിഷയങ്ങളിൽ അറിവ് നേടുന്നവനും അന്യർക്ക് വേണ്ടി സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നവനും തലമുടി ചുരുണ്ടതായിരിക്കും, ബുദ്ധി സാമർഥ്യം ഉണ്ടാകും, ഹാസ്യരസികനും അന്യരുടെ ചിന്താഗതി മനസ്സിലാക്കി എടുക്കുന്നതിനും ചൂതുകളി തുടങ്ങിയവയിൽ അറിവ് നേടിയിട്ടുള്ളവരും സുന്ദരനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആരുടെ മയക്കമാണ്. സുഖഭക്ഷണത്തിൽ താല്പര്യം കാണിക്കും, സംഗീതം നൃത്തം ഇതിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കും, മൂക്കൽപ്പം ഉയർന്നിരിക്കും, നപുംസകങ്ങളുമായി രതിക്രീഡ ചെയ്യുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. അപ്പൊ നോക്കാം, സ്ത്രീകളോട് അമിതമായ താല്പര്യം കാണിക്കും. കാര്യം എന്താണ്? ഹോരാശാസ്ത്രത്തിൽ പറയുന്നത് തന്നെ മിഥുന രാശിയെ പറയുന്നത് സ്ത്രീ സുരതോപചാര കൗശലമുള്ളവനെന്നാണ്. ഉള്ളവളോ ആയിരിക്കും. അതായത് സ്ത്രീകളെ വശപ്പെടുത്താൻ കഴിവുള്ളവർ അല്ലെങ്കിൽ പുരുഷന്മാരെ വശപ്പെടുത്താൻ കഴിവുള്ളവരായിരിക്കും. കണ്ണുകൾക്ക് നല്ല കറുപ്പ് നിറമായിരിക്കും. ശാസ്ത്ര വിഷയങ്ങളിൽ അറിവുണ്ട്. അതായത് ജ്ഞാനത്തിന്റെ ഗ്രഹമാണ് ബുധൻ, അല്ലെങ്കിൽ അറിവിന്റെ ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ടാണ് എന്താണ്, ബുധന്റെ രാശിയായത് കൊണ്ടാണ് ശാസ്ത്ര വിഷയങ്ങൾ അറിവ് നേടും. പിന്നെ അന്യർക്ക് വേണ്ടി സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ദൗത്യം നിർവഹിക്കുകയും ചെയ്യും. അതായത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, കമ്മ്യൂണിക്കേഷന്റെ പ്ലാനറ്റ് ആണ് ആര്? ബുധൻ. അപ്പോൾ ഒരാളിനെ പറഞ്ഞു ഒതുക്കി, ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അതിര് തർക്കം മുതൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം വരെ പരിഹരിക്കുന്നത് ആ ഒരു നയതന്ത്രജ്ഞയുണ്ടല്ലോ, ആ ആളിനെ പറഞ്ഞ് ഒടിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ഒതുക്കി പ്രശ്നത്തിന് പരിഹാരം അതെല്ലാവർക്കും പറ്റില്ല. അപ്പൊ അവരുടെ ജാതകത്തിൽ ലഗ്നത്തിൽ ബുധൻ ഉച്ചനോ അല്ലെങ്കിൽ അവരുടെ ലഗ്നാധിപൻ ബുധനോ ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ചും ഈ അജത് ഡോവലിനെ പോലെയുള്ള ആൾക്കാർ. അതിൽ സൂര്യന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ വ്യാഴന്റെയും ഒക്കെ സ്വാധീനങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് അവരൊരു കാര്യം പറഞ്ഞാൽ അത് അവസാന വാക്കായി മാറുന്നത്. അതുകൊണ്ടാണ്. പിന്നെ തലമുടി ചുരുണ്ടതായിരിക്കും, ബുദ്ധി സാമർഥ്യം ഉണ്ടാവും, ഹാസ്യരസികനും അന്യരുടെ ചിന്താഗതികൾ അതായത് ഒരു മിഥുന ലഗ്നക്കാരനാണെങ്കിൽ ഒരാളിനെ കണ്ടാൽ അയാളെ പെട്ടെന്ന്, സ്ത്രീ ആയാലും പുരുഷനായാലും, അവർ ഇന്ന തരക്കാരാണെന്ന് മനസ്സിലാവും. മിഥുന ലഗ്നക്കാരെങ്കിലും ഉണ്ടോ? മിഥുനത്തിൽ ലഗ്നമുള്ള ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ മിഥുന ലഗ്നക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കും, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം വച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു വിഷയങ്ങളിൽ വെച്ചിട്ട് ആൾക്കാർ ഇപ്പോൾ കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. പിന്നെ പറയുന്നത് അന്യരുടെ ചിന്താഗതി മനസ്സിലാക്കാൻ, അതായത് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അയാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അയാൾ ഏത് തരക്കാരനാണ്. പിന്നെ സുന്ദരൻ എന്ന് പറയാൻ യുവത്വമുള്ളതാണ്. കാര്യം യുവരാജാവാണല്ലോ ബുധൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുന്നവനും അത് അങ്ങനെ ആ ബുധന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ പറയും പ്രിയഗീത നൃത്തങ്ങളിലും സംഗീതത്തിലും ഒന്നുകിൽ അറിവുള്ളവനോ അല്ലെങ്കിൽ പരിജ്ഞാനമുള്ളവനോ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവനോ ആയിരിക്കും. മൂക്ക് അല്പം ഉയർന്നിരിക്കും. പിന്നെ പറയുന്നത് നപുംസകങ്ങളുമായി, അപ്പം സ്ത്രീ നപുംസുഖം, പുരുഷ നപുംസുഖം, പൂർണ്ണ നപുംസുഖം ഏതൊക്കെയാണ്? നമ്മള് ഈ ലിംഗഭേദം പഠിച്ചപ്പോ പറഞ്ഞു, ശനിയെ പറഞ്ഞു പുരുഷ നപുംസകം എന്ന് പറഞ്ഞു, പിന്നെ ബുധനെ പറഞ്ഞു സ്ത്രീ നപുംസകം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് കേതു ആണെങ്കിൽ അത് പൂർണ്ണ നപുംസകം എന്ന് പറഞ്ഞു. അപ്പം ബലമില്ലാതെ ബുധൻ അല്ലെങ്കിൽ ശനി 7ാം ഭാവത്തിൽ വരുന്നാൽ അത് നല്ലതല്ല. കാര്യം ലഗ്നം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി, 7 എന്ന് പറഞ്ഞാൽ അയാളുടെ പങ്കാളിയായി വരുന്ന ആൾ അല്ലെങ്കിൽ പങ്കാളി, അതിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അത് ശനിയും അല്ലെങ്കിൽ ബുധനും. ഈ രണ്ടുപേരും ബലമില്ലാതെ 7ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും? അതിനൊരു പേര് പറയും ജ്യോതിഷത്തിൽ, ക്ലീബത്വമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ക്ലീബൻ എന്ന് പറയും. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, സന്താന ഉൽപാദന ശേഷി ഇല്ലാത്തവരെ എന്ന് വേണം പറയാൻ.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഥുന ലഗ്നക്കാർ ട്രാൻസ്ജെൻഡറുമായിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഋതുക്രീഡ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. പിന്നെ അതില് ഇങ്ങനെ പറയുന്നുവെങ്കിലും ബലവാനായ ഒരു വ്യാഴന്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിന്റെയോ ദൃഷ്ടി ഈ ലഗ്നത്തിൽ വരികയാണെങ്കിൽ ഇത് കുറയും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ ഇപ്പൊ ഈ 2-3 രാശികൾ പറഞ്ഞപ്പോ എങ്ങനെയാണ് ആ ഒരു രാശിയുടെ ഫലം സ്വരൂപിക്കുന്നത് ഏകദേശം ധാരണയായോ ശബരി സാറിന്? ഒരു ഐഡിയ വന്നോ? കുറച്ച് വരുന്നുണ്ട് സാറേ, മൊത്തമായിട്ട് വന്നില്ല. അപ്പൊ ഇതിനെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് സാറ്. ഇതിനെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ള ആ ഒരു ക്രിറ്റിസൈസ്മെന്റിൽ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. രാശിയുടെ അധിപൻ, രാശിയുടെ സ്ഥാനം, അവിടെ നോക്കുന്ന ബലവാനായ ഗ്രഹം, അതെല്ലാം കൂടെ ഘടിപ്പിച്ചാണ് നമ്മളിപ്പോ ജാതകം എഴുതുമ്പം ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസം വരും. കാര്യം നോക്കുന്ന ആളാരാണ്, അവിടെ നിൽക്കുന്ന ആളാരാണ് എന്നുള്ള ആ ഘടകങ്ങളോട് വരും. അപ്പൊ അതെല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് വേണം നമ്മൾ ഒരു ജാതകത്തിൽ ഇന്ന ലഗ്നത്തിൽ ജനിച്ചാൽ ഇതായിരിക്കും ഫലം എന്നുള്ളത്. അപ്പൊ പറയുന്നത് എന്താണ്? ലഗ്ന നവാംശക തുല്യ തനു, ചന്ദ്ര നവാംശക തുല്യ വർണ്ണ. അങ്ങനെ ലഗ്നം ഏത് രാശിയിൽ ചെന്ന് നവാംശകം ചെയ്തുവോ ആ രാശിയുടെ അധിപന്റെ ശരീരം. ലഗ്ന നവാംശക തുല്യ തനു. ചന്ദ്രൻ എവിടെ പോയി നവാംശകം ചെയ്തിരിക്കുന്നുവോ ചന്ദ്ര നവാംശക തുല്യ വർണ്ണം. അയാളുടെ നിറം എങ്ങനെ ആയിരിക്കും? ചന്ദ്രൻ എവിടെയാണോ നവാംശകം ചെയ്തത് ആ രാശിയുടെ അധിപന്റെ നിറമായിരിക്കുന്നതാണ്. ഇവിടെ കിട്ടിയോ? ഇല്ല സാറേ. ഇപ്പൊ മേടലഗ്നക്കാരൻ അയാള് മേടലഗ്നം ചെന്ന് നവാംശകം ചെയ്തത് ചിങ്ങൻ രാശിയിലാണ്. അപ്പോ അവിടെ ചിങ്ങൻ രാശിയുടെ അധിപൻ ആരാണ്? സൂര്യൻ. അപ്പൊ സൂര്യന് ഒരു നിറമുണ്ടല്ലോ. സൂര്യന്റെ അതായത് പിച്ചള അല്ലെങ്കിൽ സ്വർണത്തിന്റെ നിറം, അല്ലെങ്കിൽ പിച്ചളയുടെ അല്ലെങ്കിൽ ഓടിന്റെയോ നിറം, അല്ലെങ്കിൽ പറയുന്നതാണ് മധുപിങ്കള ചതുരസ്രതനോ പിത്തപ്രകൃതി സൗദ അല്പഗജ. ഇത് നിങ്ങൾ ഇനി പഠിക്കും. അപ്പം തേനിന്റെ നിറത്തിലുള്ള കണ്ണുകളോട് കൂടിയെന്നോ അല്ലെങ്കിൽ തേനിന്റെ നിറം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും? അത് ശരീരത്തിലേക്ക് വരുമ്പോ എങ്ങനെ വരും? ഒരാളിന്റെ ശരീരം എന്ന് പറയുമ്പോൾ, ശരീരത്തിന്റെ വർണ്ണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ശരീരം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ലഗ്ന നവാംശകതും അതായത് ഉറപ്പുള്ളതും അല്ലെങ്കിൽ നല്ല ചതുരശ്രമായിട്ടുള്ള ശരീരമായിരിക്കും. പിന്നെ പറയുന്നതോ ചന്ദ്ര നവാംശക തുല്യ വർണ്ണം. ചന്ദ്രൻ എവിടെയാണോ നവാംശകം ചെയ്തത് ആ രാശിയുടെ അധിപന്റെ നിറം. വേടന്റെ രാശിയിലാണെങ്കിൽ സ്വർണത്തിന്റെ അല്ലെങ്കിൽ നല്ല വെളുത്ത നിറമായിരിക്കും. അതേസമയം ബുധന്റെ രാശിയിലാണെങ്കിലോ കറുകയുടെ നിറം അല്ലെങ്കിൽ മരതക പച്ച എന്നൊക്കെ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർണ്ണം വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമ്മൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങൾ പറയുമ്പോൾ അതൊന്ന് കുറിച്ചിട്ടേക്കണം. ശരി സർ. അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്. സാർ ഒരു ചോദിക്കട്ടെ, ഈ ഹോറോശാസ്ത്രത്തിന്റെ പുസ്തകമാണത്, അത് ആരെഴുതിയ പുസ്തകം സാറാ വാങ്ങേണ്ടത്? സാറിന് മലയാളം വായിക്കാൻ അറിയാമല്ലോ? അറിയാം സാർ. മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ ഇതാണ് ഉത്തമം. ഹോരാശാസ്ത്രം കൈക്കുളങ്ങര എന്ന് പറയുന്ന കൈക്കുളങ്ങര രാമവാര്യർ എന്ന് പറയുന്ന ആളിന്റെ പുസ്തകമാണ് നല്ലത്. ഇത് എവിടെ കിട്ടും സാറേ? ഞങ്ങൾ മദ്രാസിൽ കിട്ടില്ല സാർ. എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഇവിടെ പ്രഭൂസ് എന്ന് പറഞ്ഞ ആയുർവേദ കോളേജിന്റെ അടുത്തൊരു അവിടെ എല്ലാം കിട്ടും. അല്ലെങ്കിൽ പ്രഭു നിങ്ങള് ഇതിൽ കയറിയിട്ട് നെറ്റിൽ മാഞ്ഞാലിക്കുളത്ത് വന്നാൽ മതി. മാഞ്ഞാലിക്കുളത്തിന്റെ അടുത്ത് പോയാൽ മതി. ശരി സാർ. ശരി സാർ.
അപ്പൊ അവർ നെറ്റിൽ കയറി അവരെ ഫോൺ നമ്പർ വിളിച്ചിട്ട് ഇതിന്റെ ഇന്ന പുസ്തകങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിൽ പുസ്തകത്തിന്റെ ലിസ്റ്റ് തരും, വിലയും ഈ തരും. കോണകത്ത് വാര്യർ ശങ്കര വാര്യർ ഉണ്ട്, പുസ്തകം കൊള്ളാമോ? കുഴപ്പമില്ല. കാര്യം കോണകത്ത് എല്ലാം വാര്യർ ശങ്കര വാര്യർ. അതായത് ഇന്ത്യയിൽ അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഹോരാശാസ്ത്രം. അത് ഇന്ത്യയിൽ 132 135 ആൾക്കാർ ഈ ഹോരാശാസ്ത്രത്തിനെ പല ഭാഷകളിലായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിൻ്റെയും കണ്ടന്റ് ഒന്നായിരിക്കും. കാര്യം ആ ഹോരാശാസ്ത്രത്തിന്റെ ശ്ലോകങ്ങളെയാണല്ലോ പറയുന്നത്. അപ്പം 100-ൽ പരം ഇതേപോലെ വിവർത്തനങ്ങൾ വരണമെങ്കിൽ ആ പറയുന്ന ഹോരാശാസ്ത്രത്തിന്റെ വ്യാപ്തി 100 പേര് പറഞ്ഞിരിക്കുന്നതും 100 വിധത്തിലാണ്. അപ്പൊ ആചാര്യൻ എങ്ങനെയായിരിക്കും അത് മനസ്സിൽ കണ്ടിട്ടുള്ളതെന്ന് ആചാര്യന്റെ മാത്രമേ അറിയാവൂ. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ആ ഈ പഞ്ചാംഗം പുസ്തകശാല കുന്നംകുളമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഞാൻ ഒരു പുസ്തകം മേടിച്ചായിരുന്നു. ആ ആ അവരുടെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട്, 04885 222 810. അത് ആരുടെ നമ്പറാ? പഞ്ചാംഗം പുസ്തകശാല കുന്നംകുളം. വെറുതെ പോയപ്പോ കണ്ട് വാങ്ങിച്ചതാണ്. അത് കാണിപ്പയ്യൂർ അദ്ദേഹം ഇതില് ആമുഖമൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 04885 222 810. 04885 222 810 അല്ലേ? ഓക്കെ, താങ്ക് യു. പറഞ്ഞ ഹോരാശാസ്ത്രം ആര് വിവർത്തനം ചെയ്തതാ? ഇത് കൈക്കുളങ്ങര രാമവാര്യർ. അതാണ് ഞാൻ ഈ കാണിച്ചത്, കൈക്കുളങ്ങര രാമവാര്യരുടെ. ഇതും തെറ്റില്ല. എന്ത് വിലയുണ്ട് സാർ ഇതിന്റെ ഞാൻ വാങ്ങിയത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതിന്റെ വില 330 രൂപയായിരുന്നു. പ്രൊഫസർ മുത്തുസ്വാമി ഒരു ബുക്ക് ഉണ്ടല്ലോ സാർ. അല്ല, അതെന്ന് പറഞ്ഞാൽ ഒരുപാട് വിവർത്തനമുണ്ട്. പക്ഷെ ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതാണ്. ശരി. സാർ അതിപ്പോ 2 മാത്രമേ കിട്ടുള്ളൂ അല്ലേ? ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഈ ഹോരാശാസ്ത്രത്തിന്റെ പൂർവാർദ്ധവും ഉത്തരാർദ്ധവും ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഭാഗം മതി. ഏതായാലും ഇതിന്റെ ലിങ്ക് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി പറയണം സാർ. കുറച്ച് ടഫും കൂടിയാണ് ഇത്. 1-2 പ്രാവശ്യം കേട്ടാലേ സംഭവം മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിന്റെ നോട്ട്സുകളും നോട്ട്സ് ഇന്നത്തെ ക്ലാസിന്റെ. അതെ. ഇതിന്റെ ഈ നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാനുണ്ട്. ഇതില് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതും ഗ്രൂപ്പില് പിന്നെ PDF ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ PDF ഇടും. അതേപോലെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പുസ്തകം കൂടെ വാങ്ങിച്ചോളൂ. കാര്യം രോഗവിജ്ഞാനം ജാതകത്തിലൂടെ. ഇത് ഒരു മെഡിക്കൽ അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. എന്താ പേര് സാറേ? ശരിയാ കാണുന്നില്ല. ഇതാണ് അതായത് ഇത് പഞ്ചാംഗത്തിൽ കിട്ടും, നമ്മൾ ബ്രൗസിലൊക്കെ കിട്ടും. യോഗവിജ്ഞാനം ജാതകത്തിൽ, രോഗപരിജ്ഞാനം ജാതകത്തിലൂടെ. നല്ല പുസ്തകമാണ്. അതായത് എഴുതിയത് N പീതാംബരൻ എന്ന് പറയുകയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. അപ്പൊ എന്റെ ലാൽ സാറിന്റെ ഒക്കെ ഗുരുനാഥനാണ്. രോഗപരിജ്ഞാനം അല്ല സാറേ? രോഗപരിജ്ഞാനം ജാതകത്തിലൂടെ. ശരി. ഇത് സാറേ ഈ കോഴ്സ് ചെയ്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചത് അയച്ചിടുകയാണെങ്കിൽ നല്ലതല്ല സാർ. ഞങ്ങൾ പൈസ ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പൊ അദ്ദേഹം പഞ്ചാംഗം പുസ്തകശാലയുടെ നമ്പർ തന്നു. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ പറയുമ്പോ അവര് അതിന്റെ വിലയും അതിന്റെ ലിസ്റ്റും എല്ലാം അയച്ചു. അവിടെ എല്ലാ ബുക്കും കിട്ടുമല്ലോ സാർ? അവിടെ എല്ലാം കിട്ടും. ചിലപ്പം ഈ ഇതുണ്ടല്ലോ ഇങ്ങനെ പ്രിന്റിങ് ഔട്ടായ പുസ്തകങ്ങൾ ചിലപ്പോൾ അവിടെ കിട്ടും. സാർ ഈ നമ്പർ ഒന്നുകൂടി പറയാമോ?
എതിർക്കാനായിട്ടൊന്നും കയ്യിലുള്ളവര്? അഭിനവ് സാറേ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ. നമ്പറാണോ? അതെ, നമ്പര് 04885 885 222 222 ഓക്കെ 810. 810. പഞ്ചാംഗ പുസ്തകശാല അല്ലേ? പഞ്ചാംഗം പുസ്തകശാല കുന്നംകുളം. ഇമെയിൽ വന്ന് റാണിപ്പയ്യൂർ പഞ്ചാംഗം @gmail.com. വെബ്സൈറ്റ് അതിനെ കാണിപ്പയ്യൂർ പഞ്ചാംഗം.com വെബ്സൈറ്റ്. കാണി പയ്യൂരാ ശരി. സാറേ? കാണി പയ്യൂരാ? കാണി പയ്യൂർ നമ്പർ മാത്രം മതി. പഞ്ചാംഗം.com നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സാറേ ഈ രോഗപരിജ്ഞാനം കിട്ടുന്നത് ഏത് പുസ്തകമാണ്? അത് പ്രൊമോഷനിൽ കിട്ടും സാറേ. പ്രൊമോഷനിൽ കിട്ടും, പഞ്ചാംഗ പുസ്തകശാലയിലും കിട്ടും. കിട്ടൂലേ? ഓക്കെ ഓക്കെ. കിട്ടും. സാറേ, ഈ GD ബുക്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് സാറേ. അതിൽ ഒരുപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഫേസ്ബുക്കിലെ കയറി സെർച്ച് ചെയ്താൽ കിട്ടും. GD G ഫോർ ഗോഡ് D. GD ബുക്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഞാൻ 1-2 വാങ്ങിച്ചിട്ടുണ്ട്. പ്രശ്നമാർഗമൊക്കെ അതിൽ നിന്നാണ് വാങ്ങിച്ചത്. പല ദീപിക എല്ലാ അതിൽ നിന്നാണ് വാങ്ങിച്ചത്. GD ബുക്സ്.